ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് ഡേ ടു ലഞ്ച് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് പി ടി എ മീറ്റിങ്ങും അതേമാതിരി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ച വരെയാണെന്ന് വെച്ചാൽ ഒരു 2 മണി ആ ഒരു ടൈം വരെയാണ്. അപ്പോൾ പിന്നെ ക്ലാസ്സൊന്നും അതൊക്കെ എടുക്കില്ല എന്ന് കരുതി എടുക്കലില്ല. കാരണം അവർക്ക് പ്രോഗ്രസ് കാർഡ് അതൊക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കില്ല എന്ന് പിന്നെ ഉച്ച വരെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 6-6:15 ആയപ്പോൾ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തീരെ വയ്യായിരുന്നു. ജസ്റ്റ് ഒരു പനി മാതിരി ഫീൽ ചെയ്തിരുന്നു. ഇങ്ങനെ മൂക്കടക്കലും പിന്നെ അധികം ടേസ്റ്റൊന്നും അറിയാണ്ടാവലൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നീച്ചപ്പോൾ ആണെങ്കിലോ 12 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും നേരം വൈകി അഥവാ അങ്ങനെ നീക്കലില്ല. അങ്ങനെ കിടക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ നീക്കലില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ തലവേദന എടുത്തപ്പോൾ ഞാൻ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ വേഗം പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 12 മണിക്കാണ് നീച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ അടിച്ചൊക്കെ വാരിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാനാണ് നിന്നത്. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് ഇന്നുമാണ്. അതുകൊണ്ടാണ് അവളുടെ ക്യാമറൻ്റെ സൈറ്റിൽ അവളുടെ കൈ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അവൾ വീഡിയോ എടുത്തുകൊണ്ടാണ്. പക്ഷേ അത് വീഡിയോ എടുത്തത് അത് ഭയങ്കര ക്ലിയർ ആയിട്ട് തന്നെയായിരുന്നു അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ വല്ല ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ രാവിലെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും 2 ഡിഷ് വെച്ചിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ആസക്കും വേണ്ടിയിട്ടപ്പം അങ്ങനെ ഉണ്ടാക്കലുണ്ട്. കാരണം അവനിതൊക്കെ കഴിക്കും. അവനക്ക് അവരിപ്പോൾ എല്ലാതും കഴിക്കും. കാരണം 1.5 വയസ്സായല്ലോ. അപ്പോൾ എല്ലാ ഫുഡും കഴിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും അവനക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അവനക്ക് ചെയ്ത് കൊടുക്കണം. എന്നുവെച്ചാൽ അവനക്ക് ഫുഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവന് കണ്ടത് ഏതാണോ അതെടുത്തിട്ട് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണിപ്പോൾ. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഫുഡ് എന്തായാലും കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉച്ച വരെയുള്ളൊരു വ്ളോഗാണ്. കാരണം ഉച്ചക്കത്തെ ഫുഡിൻ്റെ വീഡിയോയും കൂടി ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് ടു ലഞ്ച് വരെയുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ നമ്മൾ ഫുഡ്സിൻ്റെ കാര്യം മാത്രമേ ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നുള്ളൂ. കാരണം പ്രത്യേകിച്ച് വേറെ നമ്മൾക്ക് ഒരു ആക്ടിവിറ്റീസും ഇന്ന് ചെയ്യാനില്ല. കാരണം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മൾ മോറായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത് ഈ ഗരം മസാല ഉണ്ടാക്കൽ, അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തതാണ് കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഉച്ചക്ക് പോകണമല്ലോ, ജുമ ഉണ്ട്. അപ്പോൾ പിന്നെ അതിനൊക്കെ അൽത്താഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവനൊന്നും സ്കൂളിൽ പോകാത്തതുകൊണ്ട് അവരൊക്കെ പോയി. പിന്നെ ഇത് രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇടയ്ക്കിട്ടിട്ടുള്ള ആ ഒരു അവളുടെ കൈ കാണുന്നതൊക്കെ ഇന്നുമാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഹാദു നേരത്തെ എടുത്ത വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവളെക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് അവൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ വലിയൊരാരും ഒന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ അത് വീഡിയോ എടുത്ത് അത് ക്ലിയർ ചെയ്യും. അത് അവർക്കത് വീഡിയോ എടുക്കാനത് അറിയാം. ഇപ്പോൾ ഇതാ നമ്മളുടെ ചപ്പാത്തി നമ്മൾ കൗണ്ടർ ടോപ്പിന്മേലാണ് അത് വെച്ചിട്ടുള്ളത്. നമ്മൾ എന്നും രാവിലെ എണീച്ചിട്ട് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യും. അത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുക. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പും ഇങ്ങനെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് 2 ആകുമ്പോഴത്തും അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ നിലത്തൊക്കെ വെക്കുക. അത് ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഒന്നും അധികം ചെയ്യാനില്ല. പിന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് ഫുഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പയർ. അത് ഇന്നലെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയത് പയറായിരുന്നു. അപ്പോൾ കുറച്ചധികം പയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കുള്ളത് എടുത്തിട്ട് ബാക്കി ആരും അത് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് ഫ്രിഡ്ജിക്ക് വെച്ചു. അപ്പോൾ ഇന്ന് ഉച്ചക്ക് നോൺ വെജും അതേമാതിരി വെജും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇന്നെന്താ കുറച്ചധികം ഉണ്ടായിരുന്നു. പക്ഷേ ഫുള്ള് കറികൾ ഉണ്ടായിരുന്നില്ല, ഫുള്ള് കൂട്ടാനുകളായിരുന്നു. ഉപ്പേരികളും അതേമാതിരി മീൻ പൊരിച്ചതും നെത്തലും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നെത്തലാണ് പേഴ്സണലി ഇഷ്ടം. മറ്റേത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്താ അറിയില്ല, ഇപ്പം മീനുകളൊന്നും കഴിക്കുമ്പോൾ അത്രയ്ക്കും പെർഫെക്റ്റ് ടേസ്റ്റോ അതോ തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ഈ ചെറിയ പപ്പടമാണ് കേട്ടോ. ഇത്
ഇവിടെ കടയിൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഇതൊക്കെ ഇത് 3 നമുക്കൊരാൾക്ക് കഴിക്കാനുള്ളത് മതിയാണ്. നമ്മൾ മറ്റേ വലുതൊക്കെ ഉണ്ടാക്കിയത് അത് 2 വേണ്ടി വരും. പക്ഷേ ഇതൊരു 3 4 മതി കേട്ടോ. നമ്മൾ ഓവറായിട്ട് പപ്പടമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 4 ഒക്കെ മതി. പിന്നെ രസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ടിട്ടുണ്ട്. അതേമാതിരി കടുക് ഒക്കെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് അത് റെഡിയാക്കുക. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നെത്തൽ അത് 2 ദിവസം മുന്നേ നെത്തൽ ഭയങ്കര വില കുറവിന് കിട്ടിയപ്പോൾ മേടിച്ച് വെച്ച് ഉപ്പുമുളക് ഇട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒന്നും ഇല്ലാത്ത ഒരു ടൈമിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിനിഞ്ഞാന്നൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ഗരം മസാല ഉണ്ടാക്കലും അതേമാതിരി ഇതൊക്കെ ആയിരുന്നുകൊണ്ട് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ പകുതിയോളം എടുത്തു, പകുതിയിൽ 3/4 പാത്രം എടുത്തു എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് വേപ്പിലയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ രസം ഒഴിച്ച് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ മല്ലിപ്പൊടി നിർബന്ധമാണല്ലോ, അപ്പോൾ അതും ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ലാസ്റ്റ് മറന്നു പോയതുകൊണ്ട് ലാസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ രസം കൂട്ടിയില്ല, എനിക്ക് കറികളായിട്ട് ഈ രസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് രസം അത് എനിക്ക് ഓരോ സമയത്ത് എനിക്ക് ഓരോ ഇതാണ്. ചില സമയത്ത് രസം ഭയങ്കര ഇഷ്ടമായിക്കാരം, ചില സമയത്ത് രസം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് രസം കഴിച്ചില്ല. എന്നുവെച്ചാൽ ഞാൻ കഴിച്ച് തുടങ്ങിയപ്പോഴാണ് രസം ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ പിന്നെ അത് നമുക്ക് നിന്നിട്ടുണ്ടായിരുന്നില്ല. മല്ലിപ്പൊടി ലാസ്റ്റാണ് ഇട്ടത്, അതൊന്ന് മറന്നുപോയി. പിന്നെ നമ്മൾ 2 തരം മീനുണ്ടായിരുന്നു, 2ഉം അത് വില കുറവിന് കിട്ടിയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഉപ്പുമുളകൊക്കെ തേച്ചിട്ട് അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ വെച്ചപ്പോൾ പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇത് കുറച്ച് ഈസായതപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കണു. നമ്മളുടെ നെത്തലല്ലാത്ത മീന കുറച്ച് ഈസായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന് പൊരിക്കുകയും ചെയ്തു. പിന്നെ നെത്തൽ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അത് ഇന്നും കൂടി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഈ പപ്പടം ഉണ്ടല്ലോ, നമ്മൾ സാധാ പപ്പടത്തേക്കാളും ഒരു അപ്പോഴത്തേക്ക് ടേസ്റ്റാണ്. നമ്മൾ വലിയ പപ്പടം അത് അധികം ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരു പപ്പടം കഴിക്കുന്നതിനാണ് 4 പപ്പടം കഴിക്കുന്നത്. നമ്മൾ 4 പപ്പടം അല്ലേ എന്ന് പറയാമല്ലോ നമുക്ക്. അങ്ങനത്തെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ നമുക്ക് അത്രയ്ക്ക് ഇതുണ്ടാവില്ല, ഓവർ എഫക്റ്റൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കുന്നതിനുള്ള ഫുഡൊക്കെ വിളമ്പി ഒരു 1:45 1 മണി ആ ഒരു ടൈമിലാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് PTA മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.